കുളി കഴിഞ്ഞപ്പോ എന്താ ആശ്വാസം. സൈന സൈന അങ്ങോട്ട് വന്നാ. എന്താ മനസ്സങ്ങൾക്ക് വേണ്ടി കുറെ നേരമായല്ലോ കൊയ്യാന്ന് വിളിക്കണു. ഇവിടെ ഇപ്പൊ നമ്മള് മാത്രല്ല, സഫ്നിയും മോനൊക്കെ വന്നിക്കണു. ഓളുടെ കെട്ടിയവന് കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട് ഇത്ര. വരുന്നുണ്ടോ? വരുന്നുണ്ട്. എന്തേ? എന്നാ ഞാൻ പോയിട്ട് മട്ടനും ചിക്കനും ബീഫൊക്കെ മേടിച്ചോണ്ടിട്ടെ. വേഗം പോയി മേടിച്ചോണ്ടി. ഞാനിപ്പോ പറയാനെന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. ഫോൺ എപ്പോഴാ വരുന്നെന്നാ പറഞ്ഞ്? 9 മണിക്ക്. ഓന്റെ പണിത്തിരക്കൊക്കെ കഴിയണ്ട മനസ്സാ. നിങ്ങൾക്ക് പണിയില്ലാതെ ഇവിടെ കുത്തിരിക്കണു വെച്ചിട്ട് ഓനക്ക് പണിയൊക്കെ ഉണ്ട്. എനിക്ക് പണി കിട്ടാത്തോണ്ടാണ് ഇന്നെ കളിയാക്കാണ്ടല്ലോ സൈന. ബീഫും ചിക്കനൊക്കെ മേടിച്ചോണ്ടാ എന്നിട്ട് ഉണക്ക് എന്താ സ്പെഷ്യൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ. 9 മണിക്ക് വരുന്നല്ലേ പറഞ്ഞ്? ഇപ്പൊ സമയം എത്രേ? 9 മണിക്ക് വരുന്നെ പറഞ്ഞു. സമയപ്പോ സമയം എന്റെ വാച്ച് നോക്കിപ്പോ പറയേ. സമയം 7 മണിയായിട്ടുള്ളൂ. എന്റെ മേലൊന്ന് നിവരണം, അതുകൊണ്ടേ ഞാൻ കുറച്ചേരം കട്ടെ. സാധനങ്ങൾ മേടിക്കാൻ പോയിക്കോ. 8 മണിയായിട്ട് ഞാൻ കട അടക്കും. പിന്നെ വാപ്പാക്കട കട ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വാപ്പാക്കളുടെ കട മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ലോകത്ത്. വേറെ എത്ര കടയിലുണ്ടാവും? മാർക്കറ്റിൽ പോയി മേടിക്കുക, ഒരു കുഴപ്പമില്ല. ഞാൻ ഒന്ന് ഇവരട്ടെ കണ്ടിട്ട് ഈ മനുഷ്യനെ കൊണ്ട് സ്വപ്നം അവിടുന്ന് വിളിക്കണ്ടു തോന്നുന്നു. ഞാൻ ഒന്ന് പോയിക്കിട്ടുതരാം. നിസ്കരിക്കാതെ എങ്ങാനും കടന്നുറങ്ങിയ അപ്പൊ മനസ്സിലട്ടോ. നിങ്ങളിതൊന്നും കാര്യാക്കണ്ട, ഇത് ഇവളെ സ്ഥിരമുള്ള സ്വഭാവം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഇത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ മരുമകനേ അങ്ങ് ദുഫായിന്നാ വരുന്നത്. ദുഫായിന്നൊന്നല്ലേ, ഈ കാണുന്ന വല്ലപ്പോഴേന്നാ വരുന്നത്. എന്നിട്ട് അവളുടെ ചിക്കനും മട്ടനും. മനുഷ്യൻ്റെ അടുത്ത് 5 പൈസ അല്ല, എന്നിട്ടാണ് ചിക്കനും മട്ടനും ബീഫൊക്കെ. അടുത്ത പാർട്ട് എന്തായാലും വരുന്നതായിരിക്കും. അതുവരേക്കും ലൈക്കും സബ്സ്ക്രൈബും ബെൽ ബട്ടണും അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. ശരി എന്നാ എല്ലാവർക്കും ബൈ. സൈന ഞാൻ നിസ്കരിക്കാൻ തുടങ്ങാടി. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കനും അങ്ങോട്ട് അടിച്ച് പൊട്ടിക്കണം കേട്ടോ, മറക്കല്ലേ. എന്നാ ശരി, ഞാൻ ഒന്നെടുത്തിട്ട് വരാം. ബാക്കിൽ കൂടെ കാറ്റ് പോയോന്നൊരു ഡൗട്ട്. ബൈ ബൈ ഫ്രണ്ട്സ്. ബൈ ബൈ.